ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വീക്കെൻഡ് ആയിട്ട് എങ്ങോട്ടേലും ട്രിപ്പ് പോകാം എന്ന് വിചാരിച്ചു. ട്രിപ്പ് എന്ന് വെച്ചാൽ എങ്ങോട്ടേലും ഇറങ്ങി പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു വീനൂസ് ടെമ്പിൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂട്ടത്തിൽ 2 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന വിശേഷങ്ങളായിരിക്കും ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. പിന്നെന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇതിൽ നമ്മൾ പോകുന്ന വഴിയാണ്. ഇപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വെയിലും ചെറിയൊരു തണുപ്പും പിന്നെന്താ പറയുന്നത്, ഒരു പച്ചപ്പ് ഹരിതാപവും ഊഷ്മളതയൊക്കെ എത്തിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫോൺ ചിലപ്പോൾ ഷെയ്ക്കാവും. എൻ്റെ എന്താ പറയുന്നത്, ഗിംബൽ ചതിച്ചു ഗൈസ്. ഞാൻ ചാർജ് ചെയ്തെന്നാണ് വിചാരിച്ചത്, പക്ഷേ എടുത്ത് നോക്കിയപ്പോൾ ചാർജ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ചരിത്രം പറയാനാണെങ്കിൽ, ഈ ഒരു സ്ഥലത്തിൻ്റെ ചരിത്രം പറയാനാണെങ്കിൽ ചരിത്രം പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം നമ്മളിതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ട്രിപ്പാണ്. ഞാൻ ഇന്നലെ മെൻഷനിൽ നിന്ന് മെക്ഡിബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് എന്താ പറയുക, അവിടുന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ലേക്കാണിത്, വീനൂസ് ടെമ്പിൾ. എൻ്റെ പേരെന്താണ് അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലായില്ല. നമുക്ക് എന്തായാലും നോക്കാം എന്താ സംഭവം എന്ന് കറക്റ്റ് അവിടെ ചെന്നിട്ട് പറയാം. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, കുറേ എല്ലാവരും സമ്മറായിട്ട് വീടിൻ്റെ വെളിയിലോട്ട് എല്ലാവരും ഇറങ്ങിയിട്ട്, പക്ഷേ വീടിൻ്റെ വെളിയിൽ നിന്ന് എല്ലാവരും വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ കൊള്ളാട്ടോ, ലൈക്ക് സ്പ്രിങ് ആയതുകൊണ്ടും കുറച്ച് തണുപ്പും കുറച്ച് വെയിലും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ചൊന്നും ഇരിക്കാനാണെങ്കിലും, പിന്നെ സ്പ്രിങ്ങിൽ മാത്രമേ ഇവിടെ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം പൂ, എൻ്റെ പേരെനിക്കറിയത്തില്ല, അറിയാവുന്നൊരു കമൻറ്റ് വരും. സ്കൈ, എനിക്ക് ഈ സ്പ്രിങ് സീസണാണ് എനിക്ക് ജർമ്മനി വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സീസൺ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു തണുപ്പ്, ചെറിയൊരു ചൂട്, ചെറിയൊരു എന്താ പറയുന്നത് വെയില്, എല്ലാം കൂടെ കൂട്ടി ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിൽ പ്രത്യേകതരം ഒരു ഭംഗി കിട്ടും. പിന്നെ നിങ്ങൾ കാര്യങ്ങൾ നോക്കൂ. നിങ്ങൾക്കിത് കാണുമ്പോൾ നാട്ടിലെ തേക്കടി വൈബ് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. ചെറിയൊരു വൈബൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ അത് നോക്കിക്കേ, അതായത് ഈ ലേക്കും സ്കൈയും തമ്മിലുള്ള ദൂരം നിങ്ങൾക്ക് കവിത എഴുതാൻ തോന്നുന്നുണ്ടോ? എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ എന്തെങ്കിലുമൊക്കെ തോന്നും. എനിക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടെങ്കിലുണ്ടല്ലോ, എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ നേരം അവിടെ ഇരിക്കണം. അവിടെ ഇരുന്ന് കുറച്ച് എന്നെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് എൻ്റെ നല്ല കാര്യങ്ങളും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കുറേ നേരം ആ ഒരു എന്താ പറയുക നേച്ചറിൽ ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് ഇരിക്കണം. പിന്നെ ഇതാണ് നമ്മുടെ വീനൂസ് ടെമ്പിൾ. ഇവിടെ പക്ഷേ ഞാൻ ടെമ്പിളൊന്നും കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ പേരുമാതിരി ടെമ്പിളൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ലേക്ക് പിന്നെ ഒരു നേച്ചറാണ്. ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്നിരിക്കും, വന്നിരുന്ന് ഇരിക്കും. പിന്നെ മേളിലാണെങ്കിൽ നമുക്ക് ഐസ്ക്രീം, കോഫി അവിടെയൊക്കെ കിട്ടാൻ സ്ഥാനങ്ങളുണ്ട്. ഇങ്ങനെ ടോട്ടലി ഇങ്ങനെ ഒരു വൈബ്. ആക്ച്വലി എനിക്ക് താറാവിനൊക്കെ കാണുമ്പോൾ ഇതിനൊക്കെ ഫ്രൈ ചെയ്ത് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ഏലക്കായും നല്ല നമ്മുടെ ഗ്രാമ്പും കറുവാപ്പട്ടയൊക്കെ ഇട്ടിട്ട് നല്ല തേങ്ങാപ്പാലൊക്കെ ഉറുക്കിയെടുത്ത മറ്റു താറാവും കറി. താറാവുകളെ കാണുമ്പോൾ എനിക്കതെടുത്ത് കഴിക്കാൻ, അതിനെ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിവിടുത്തെ സ്റ്റഡിൻ്റെയാണ്, കേസാവും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ ജർമ്മനിയിൽ വേറെ രാജ്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇവിടുത്തെ കാര്യമാണ്. ഇവിടെ എന്താ പറയുന്നത്, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കണം എന്നിട്ട് മോട്ടിവേറ്റ് ജീവിക്കുന്ന കുറേ യൂത്തുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഫണ്ട് കൊടുത്തിട്ട് സ്റ്റഡിന് ഇത്ര ഫണ്ട് കൊടുക്കും. എന്നിട്ട് അവർ താറാവിനെയോ ഫിഷിനെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ റിസോഴ്സസുകാർ വന്നിട്ട് തടാകത്തിലേക്കോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ടും. പ്ലസ് അവർക്ക് ഷിപ്പ് കാണും. ഇപ്പം നമ്മൾ ഇൻ കേസ് അതിനെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ
കേസാകും. അങ്ങനെ കേസായ ഒരാളെ എനിക്കറിയാം. അപ്പം പുള്ളിക്കാരൻ ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ഇതുപോലെ തരനെ കണ്ടു. നാട്ടിലൊരു വൈബിന് വേണ്ടിയിട്ട് കയറി പിടിച്ചതാണ്. പക്ഷെ പോലീസ് വന്നു, പിന്നെ ഫൈൻ അടയ്ക്കേണ്ട വന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് ആരും. അങ്ങനെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൊതി ഇവിടെ വിട്ടിട്ട് പോകാം. അതാണ് അതിൻ്റെ ഒരു ശരി. നിങ്ങൾ കൂടുതൽ കാര്യമാക്കേണ്ട. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു, കേൾക്കാൻ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഓഫ് കോഴ്സ് വീഡിയോസിൽ മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ കാണും. കാരണം ഞാനിത് വളർന്നു വരുന്നൊരു യുവ പ്രതിഭയല്ലേ. മാത്രമല്ല നമ്മുടെ ചാനലിൻ്റെ പേരെന്താണ്? അൺഫിൽറ്റേർഡ് ടെൻഡർ കോക്കനട്ട്. അൺഫിൽറ്റേർഡ്, അതായത് ഫിൽറ്റർ ഇല്ലാണ്ട് സംസാരിക്കുക, ഫിൽറ്റർ ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഞാൻ ഈ ചാനലിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ എന്താ പറയുക ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ടെമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ ആ വിനോസ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ആ ടെമ്പിൾ. നോക്കൂ, എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഹൈ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണം. താങ്കൾക്ക് ഇനിയും എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്താണ് തോന്നുന്നത്? പറയൂ. ആണല്ലേ? എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്? എന്താണ്? വിനോസ് ടെമ്പിൾ. ഈ ടെമ്പിളാണ് അവരെ ആകർഷിച്ചതെന്നാണ് അവർ പറയുന്നത്. അതെ, അപ്പച്ചന് എന്താണ് പറയാനുള്ളത്? ആ ബ്രിഡ്ജ്, നമ്മൾ മുമ്പ് കണ്ട ബ്രിഡ്ജ് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്. താങ്കൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്? വിനോസ് ടെമ്പിളാണ് ഇഷ്ടപ്പെട്ടത്. ഇവിടെ കയറിയ ഫീലില്ല, ദേവാലയത്തിൽ കയറിയ ഫീല് കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഞാൻ ഈ ലേക്കിൻ്റെ സൈഡിൽ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്, എന്താ പറയുക, ഞാൻ കുറച്ച് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്താ പറയുക, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ എന്നെക്കുറിച്ചൊന്നും ചിന്തിക്കാറുണ്ട്. ഞാൻ എൻ്റെ അഗാധങ്ങളിലേക്ക് പോകാറുണ്ട്. ഇനി എൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക്, ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ കുറച്ച് എന്നെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. അത് എല്ലാവർക്കും വേണം. ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് എങ്ങോട്ടേലും പോവുക, എങ്ങോട്ടേലും പോയിട്ട് കുറച്ച് നേരം ഇരിക്കുക. അറ്റ്ലീസ്റ്റ് എങ്ങോട്ടേലും പോകണമെന്ന് ഞാൻ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് വീടിൻ്റെ വെളിയിൽ പോയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ വീടിൻ്റെ വെളിയിൽ പോവോ, വീടിൻ്റെ വെളിയിലേക്ക് എങ്ങോട്ടേലും ഒക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ട് എന്നും കുറച്ച് 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക. പക്ഷേ നാട്ടിൽ വെച്ച് ഞാൻ അത് ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് വൈകുന്നേരം ചായ എടുത്തിട്ട് ടെറസിൻ്റെ പൊക്കത്ത് വന്നിട്ട് വീടിൻ്റെ മേളിൽ ടെറസിൻ്റെ പൊക്കത്ത് പോയിട്ടിരുന്നിട്ട് എന്താ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യാനുള്ളത്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിക്കുക. അപ്പോൾ കുറേ നാളെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ സമയം കിട്ടുന്നില്ല. ബട്ട് ഇനി കുറച്ച് നേരം ഞാൻ സ്ട്രെസ്സൊക്കെ ഒന്ന് കളഞ്ഞ് കുറച്ച് നേരം ഞാൻ ഈ പ്രകൃതിയിലേക്ക് അരിഞ്ഞു ചേർന്ന് നമ്മുടെ സന്യാസികളൊക്കെ പറയുന്ന പോലെ പ്രകൃതിയിലേക്ക് ഇറങ്ങി കുറച്ച് നേരം ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ മേളിൽ എൻ്റെ കൂട്ടുകാരവിടെ നിന്ന് എന്തൊക്കെ കാണിക്കുന്നുണ്ട്, അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഇവിടെ ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് കാണാം. സോ ബൈ ഫ്രം Unfiltered Tender Coconut. So see you in next video.